ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത സന്തോഷം, ഈ ലോകത്തിന് തരാൻ പറ്റാത്ത സമാധാനം, ദൈവത്തിൻ്റെ സ്വസ്ഥത, ഇതൊക്കെ വെളിപ്പെടാൻ പോകുന്നത് നിത്യതയിലാണ്. അതിൻ്റെ പൂർണ്ണതയോടെ നിത്യതയിൽ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും ജീവിതം ഒരുപോലെയല്ല. നാം തിരുവെഴുത്ത് പരിശോധിച്ചാൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം 25 വർഷം കാത്തിരുന്നൊരു മനുഷ്യനാണ്. കാത്തിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദീർഘക്ഷമയോടെയാണ് അബ്രഹാം കാത്തിരുന്നത്. ഒരു കർഷകൻ നിലത്തിൽ വിത്ത് വിതച്ച് അതിൻ്റെ ഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന പിതാക്കന്മാരുണ്ട്. അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒത്തിരി വർഷങ്ങൾ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നിന്ദയിലൂടെയും ഭയത്തിലൂടെ ഒക്കെ ആ ഭക്തൻ കടന്നു പോയിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ? ഒടുവിലത്തെ ചില സമയങ്ങൾ ദൈവം ചില മാന്യതകൾ വെളിപ്പെടുത്തി എന്നുള്ളത് സത്യമാണ്. ചിലരുടെ ജീവിതം മുഴുവനും കഷ്ടതയാണ്, അല്ലേ? വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ധനവാന്റെ പടിപ്പുരയ്ക്കിൽ കിടന്ന ലാസർ എന്ന ദരിദ്രൻ വസ്ത്രമില്ലാതെ, ഭക്ഷണമില്ലാതെ, പാർപ്പിടമില്ലാതെ തൻ്റെ ആയുസ് മുഴുവനും കഷ്ടമനുഭവിച്ചവനാണ്. താൻ മരിച്ചു, അടക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു വിടുതൽ പോലും തൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, നിത്യതയിൽ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ലാസർ വിശ്രമിക്കുന്നൊരു ചിത്രവും കൂടി യേശു പങ്കുവയ്ക്കുകയാണ്. ഇവിടെ ചിലപ്പോൾ ഒരു വിടുതലും കിട്ടാതെ, ഒരു നന്മയും കാണാതെ മാറ്റപ്പെട്ടെന്ന് വന്നേക്കാം. അങ്ങനെ അവസാനിച്ച ജീവിതങ്ങളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറമാണ് എല്ലാം തുടങ്ങാൻ പോകുന്നത്. സന്തോഷത്തിൻ്റെ പരിപൂർണത, ദൈവത്തിൻ്റെ സ്വസ്ഥത വെളിപ്പെടാൻ പോകുന്നത് നിത്യതയിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങൾക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ദൈവത്തിൻ്റെ നാമത്തിലാണ് നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നതെങ്കിൽ അതിനൊക്കെ പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടതയെല്ലാം നന്മയ്ക്കാണ്. ഈ വേദന നന്മയ്ക്കാണ്. അത് ചിലപ്പോൾ ഈ ഭൂമിയിൽ വെളിപ്പെട്ടെന്ന് വരാം. അതിൻ്റെ ഒരു ചെറിയ പങ്ക് ദൈവം ഇവിടെ നമുക്ക് വെളിപ്പെടുത്തിയെന്ന് വരാം. എന്നാൽ അതിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്നത് നിത്യതയിലാണ്. വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പറഞ്ഞു തീരാത്ത സന്തോഷമാണ്. പറഞ്ഞു തീരാത്ത സന്തോഷം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ജീവിതം തുടങ്ങാൻ പോവുകയാണ്. അത് മരണത്തിന് ശേഷമാണ്. അത് നിത്യതയിലാണ്. നാം ഈ ലോകത്തിൽ കാണുന്ന ജീവിതം ഇത് ക്ഷണികമാണ്, അല്പനേരത്തേക്കുള്ളതാണ്. എന്നാൽ ജീവിതം തുടങ്ങുന്നത് നിത്യതയിലാണ്, മരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യം അതെന്തു തന്നെയായിരുന്നാലും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സന്തോഷത്തോടെ, പ്രത്യാശയോടെ മുൻപോട്ട് ചുവടുകൾ വയ്ക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.